പ്രിയ ദൈവമക്കളെ, നിങ്ങൾ എത്ര ഒരു ഉറപ്പോടെ വിശ്വസിക്കുന്നു ഒരു ദേശത്ത് നിങ്ങളെ കർത്താവ് വിളിച്ചിറക്കിയെങ്കിൽ ആ ദേശത്തിന് പ്രകാശമാകാൻ വേണ്ടിയാണ്, ആ ദേശത്തിന് അനുഗ്രഹമാകാൻ വേണ്ടിയാണ്. എത്രയൊരു വിശ്വസിക്കുന്നു കർത്താവിനെ തിരഞ്ഞെടുത്തത് വെറുതെയല്ല, കർത്താവിനെ വിളിച്ചിറക്കിയത് വെറുതെയല്ല. ആ പ്രതികൂല സാഹചര്യത്തിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് കർത്താവിനെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അനേകർക്ക് അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ്. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കുമ്പോൾ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണോ, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണോ? നിങ്ങളെ അവിടുന്ന് തിരഞ്ഞെടുത്തതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങളെ ആ ദേശത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതിക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട്, കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കിക്കൊണ്ട്, ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ മേൽ വലിയ ദൈവ പദ്ധതികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശം അനേകർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, മത്തായി 5:14, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ആ നെഞ്ചത്തോണ്ടൊന്ന് കരം വെച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഈ വചനം ഏറ്റെടുത്തേ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ അനേകർക്ക് വെളിച്ചമാകേണ്ടതാണ്, അനേക ഇരുട്ടിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരേണ്ട വ്യക്തിയാണ്. യേശു എന്നെ അതിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. ആ പദ്ധതി ഈ വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഒന്നും മടുക്കാതെ ഉത്സാഹത്തോടെ, വെളിച്ചമാണ്, യേശുവിൻ്റെ വെളിച്ചമാണ് എന്നിൽ നിന്ന് വെളിപ്പെടേണ്ടത് എന്ന ഉറപ്പോടെ മുന്നോട്ട് പോകുക.